ഹലോ, ഞാൻ പേളിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ടെക്സ്ചർ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ബൗൾ പോലത്തെ ഒരു സോസറോ അല്ലെങ്കിൽ ഒരു ബൗൾ പോലെ ഇരിക്കുന്ന എന്തെങ്കിലും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ അതിൽ കുറച്ചായിട്ട് മുറിച്ചിടണം കേട്ടോ. ടിഷ്യൂ പേപ്പറൊക്കെ മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് മാത്രം ഇട്ട വെള്ളം വേണ്ടത്, കൂടുതലായി പോകരുത്. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടിഷ്യൂ പേപ്പർ മുറിച്ചിടേണ്ടതാണ്. നമ്മളങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടിഷ്യൂ പേപ്പറിനെ നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒരു പേപ്പർ കപ്പിലാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അത് പേപ്പർ കപ്പിലേക്ക് ഇടുമ്പോൾ പോലും നമ്മൾ നന്നായിട്ട് കീറിയിട്ട് വേണം ഇടാൻ. കാരണം അതേപോലെ ഒരു ടെക്സ്ചർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കീറി ഇടണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പർപ്പിൾ കളർ ഷെയ്ഡുള്ള ഒരു ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഡാർക്ക് കളറായിട്ടുള്ള പർപ്പിൾ ഷെയ്ഡ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റും കൂടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പെയിൻറ്റ് ബ്രഷ് എടുക്കാം കേട്ടോ. പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ടും എനിക്ക് നല്ല ഡാർക്ക് കളർ ഷെയ്ഡായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുത്ത് അത് ഞാൻ നല്ലപോലെ ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണോ ആവശ്യം അതോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഫെവിക്കോളാണ്. അത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ടെക്സ്ചർ ആ ഒരു ക്യാൻവാസിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫെവിക്കോളാണോ ഉള്ളത് ആ ഫെവിക്കോൾ തന്നെ എടുക്കാം കേട്ടോ. അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. അതും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ക്യാൻവാസ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 70-75 റുപ്പീസേ ഉള്ളൂ. നല്ല ക്വാളിറ്റിക്കുള്ളതും ഉണ്ട്. അത് 200 എബവ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തേലും ചെയ്യാം, മറ്റേ ടൈപ്പിലും ചെയ്യാം കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പെൻസിലാണ് കേട്ടോ. പെൻസിൽ എടുത്തിട്ട് നമ്മൾ എന്താണോ ക്യാൻവാസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഡെയ്സിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ പർപ്പിൾ എടുത്തത്.
നിങ്ങൾക്ക് ഏതാണോ വരയ്ക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ മിക്സ്ചറാണ് കേട്ടോ. അത് നമ്മൾ ഫോർസെപ്സ് യൂസ് ചെയ്തിട്ട് കുറച്ചായിട്ട് ക്യാൻവാസിൽ വയ്ക്കുക. ക്യാൻവാസിൽ വെച്ചിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. അത് ഫസ്റ്റൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് ഇളകി പോകുമെന്ന്. അങ്ങനെ ഇളകി പോകത്തൊന്നുമില്ല. അത് ഉണങ്ങാനായിട്ട് കുറേ ടൈം എടുക്കും. അബൌട്ട് 1 to 3 days ഡ്രൈ ആവാൻ ടൈം എടുക്കും കേട്ടോ. സോ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കപ്പിൽ നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിലൂടെ ടിഷ്യൂ പേപ്പർ മുറിച്ചിടാം. എന്നിട്ട് അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ വൈറ്റ് കളർ ഫാബ്രിക് പെയിൻ്റാണ് ആഡ് ചെയ്യുന്നത്. അതിൽ ഞാൻ കുറച്ച് ഫെവിക്കോൾ, ആവശ്യത്തിന് ഫെവിക്കോൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫോർസെപ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ മിക്സ്ചർ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് എന്ന് പറയുമ്പോൾ ഞാൻ ഡെയ്സിയുടെ പെറ്റൽസിന് വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് കളർ ഞാൻ ആഡ് ചെയ്തത്. പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മിഡിൽ പോർഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളർ ഫാബ്രിക് പെയിൻറ്റ് നമ്മുടെ ടിഷ്യൂ പേപ്പർ മിക്സറിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫെവിക്കോളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ക്യാൻവാസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആക്കാൻ വയ്ക്കുക. ഒരു 3-4 ദിവസം എടുക്കും കേട്ടോ മൊത്തമായിട്ട് നല്ലപോലെ ഡ്രൈ ആയി കിട്ടാൻ. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. സോ ഇതുപോലത്തെ വർക്കൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. താല്പര്യമുള്ളവർ പ്രൊഡക്റ്റ് വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.